ജസി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് അരിപ്പാറ വാട്ടർഫാൾസിലാണ്. കുറച്ച് ഫ്രണ്ട്സുകളെല്ലാവരും കൂടി ഞങ്ങൾ ഇവിടെ വെള്ളച്ചാട്ടം ആസ്വദിക്കാനും കുളിക്കാനും വേണ്ടി വന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് താഴെ കാണാനുണ്ട്. കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഞങ്ങളിതാ വാട്ടർഫാൾസിലേക്കുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നല്ല തണുത്ത ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടുത്തെ പ്രത്യേകത. രണ്ട് സൈഡിലും നല്ല കൊക്കോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം പാറകൾ നിറഞ്ഞ ഒരു സ്ഥലമാണിത്. ഇത് വണ്ടി ഇങ്ങോട്ട് വരില്ല. മെയിനായിട്ട് ടൂറിസ്റ്റുകൾക്ക് പാർക്കിംഗ് അവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ കാറിന് 40 രൂപയാണ് ചാർജ് വരുന്നത്. അവിടെ പാർക്കിംഗ് ചെയ്തിട്ട് വന്നാൽ മതി. നമുക്ക് നല്ലപോലെ സേഫായിട്ട് കാര്യങ്ങൾ എൻജോയ് ചെയ്ത് പോവാം. ഞങ്ങൾ ഇതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡേഞ്ചറസ് ഏരിയ ആണിത്. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിൻ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വരുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിവിടെ പുതുതായിട്ട് ഉണ്ടാക്കിയ പാലമാണ്. ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ പാലത്തിന് താഴെ നിന്ന് ഒരുപാട് ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇനി നമ്മൾക്ക് പാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ റൈറ്റ് സൈഡിലൂടെ നോക്കിയാൽ കാണാം വളരെ ഉയർന്ന കുന്നിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഇതുപോലെ തന്നെ താഴേക്കും നല്ല താഴ്ചയുണ്ട്. ഇവിടെയൊക്കെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് പ്രൊജക്റ്റുകൾ വരാനുണ്ടെന്നാണ് തോന്നുന്നത്. ആ ഫ്രണ്ട്സിലെല്ലാവരും ഉണ്ടെന്ന്. വളരെ ഡേഞ്ചറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് താഴെ താളെ കുളിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. വർക്ക് ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. മുകളിൽ ഒരു കിണറിൻ്റെ വർക്ക്, കുടിവെള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. ഇത് നടക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജിൽ വന്നാൽ നമുക്ക് രണ്ട് സൈഡിലും ഉള്ള വ്യൂ നമുക്ക് നല്ലപോലെ ആസ്വദിക്കാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആൾ കുറവാണ്. എന്നാലും നമുക്കിവിടെ വന്നാൽ
ഏത് സമയത്തും നല്ല കറുത്ത വെള്ളം ഇവിടെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വഴുക്കൊന്നുമില്ല പാറയിൽ. ഇവിടെ നല്ല ഡേഞ്ചറസ് സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഓൾറെഡി 23 ആൾക്കാർ ഇവിടെ ഡെഡായിട്ടുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആകാശമൊക്കെ നല്ല നീല കളറിൽ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വരുന്ന വഴിയിൽ 1-2 ഹോട്ടലുകളുണ്ട്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവിടെ ബുക്ക് ചെയ്താൽ അവിടെ മുയൽ, താറാവ്, കോഴി എല്ലാം അവർ കുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും. കുളിച്ച് പോകുന്ന സമയത്ത് നമുക്ക് അതെല്ലാം കഴിച്ച് ഫുൾ ഹാപ്പി ആയിട്ട് പോവാം. ഇവിടെ മൊത്തം ഉരുണ്ട പാറകളാണ് നമ്മൾ കാണുന്നത്. ഇത് എനിക്ക് തോന്നുന്നു മുമ്പ് മലയിൽ നിന്നും ഒഴുകി വന്ന് പാറയ്ക്ക് ഇതുപോലത്തെ ഷേപ്പ് വന്നതാണെന്ന് തോന്നുന്നു. മഴക്കാലം അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിലെ നടക്കുന്നത്. മഴക്കാലമാവുന്നെങ്കിൽ നമുക്ക് ഇതിലെ നടക്കാൻ കഴിയില്ല. നല്ല വൈക്കാണ്. ഈ വെള്ളത്തിൽ നമ്മളിവിടെ ഇറങ്ങിയാൽ നമുക്ക് കയറാൻ തോന്നില്ല, അത്രയും നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ വേസ്റ്റ് ഒന്നും തന്നെ ഇവിടെ ഒന്നും ആരും നിക്ഷേപിക്കാഞ്ഞിട്ടാണോ അതോ ഇവിടെ ക്ലീനാക്കി സൂക്ഷിക്കുകയാണോ എന്നറിയില്ല. അത് നല്ല ക്ലീനായിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്.
ഇവിടെ വെള്ളത്തിൽ അട്ട ഉണ്ട്. ഫ്രണ്ടിനെ അട്ട കടിച്ചിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അവർ. വേനൽക്കാലത്ത് അങ്ങനെ അട്ട കാണില്ല. മഴക്കാലമായാൽ നല്ലോണം അട്ട ഉണ്ടാവും. അവർ ആ പാറയ്ക്ക് മുകളിലോട്ട് കയറുകയാണ്. രണ്ടാളിപ്പോൾ ഓൾറെഡി കയറി കഴിഞ്ഞു. ഇതാണ് നമ്മൾക്ക് ഇവിടെ വന്നാൽ കാണുന്ന കൂടുതൽ ഹൈറ്റ് കൂടിയ ഒരു പാറയാണിത്. അവർ അവിടുന്ന് ചാടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇവിടെ പാറമുകളിൽ കുറേ കുഴികളൊക്കെ ഉണ്ട്. ഇവിടെ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല ഡേഞ്ചർ ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു കമ്പി കൊണ്ട് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ അപകടം പിടിച്ച ഏരിയയാണ്. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ആരോ കുറച്ച് കല്ല് പെറുക്കി വെച്ചിട്ടുണ്ട്. അത് എറിഞ്ഞ കല്ലിലാണ് അവർ നോക്കുന്നത്.